നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇത് കേൾക്കണം. ഇനി നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ആരെയെങ്കിലും പരിചയമുണ്ടെങ്കിലും ഇത് കേൾക്കുകയും അവരെ ഈ വിവരം അറിയിക്കുകയും ചെയ്യണം. സാധാരണ ഞാൻ കൂടെ ബ്രിട്ടനിലേക്ക് പോകുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അവിടെ പല പരിപാടികളും നടത്താറുണ്ട്. അത്തരമൊരു പരീക്ഷണം ഞങ്ങൾ ഈ വർഷം ഓസ്ട്രേലിയയിൽ നടത്തുകയാണ്. അതിനുവേണ്ടി ഞാനും പോകുന്നുണ്ട്. ഈ വരുന്ന മെയ് മാസത്തിൽ അവസാനത്തെ ദിവസങ്ങളിലായിരിക്കും ഓസ്ട്രേലിയൻ സന്ദർശനം. ഇതിനോടകം 3 പരിപാടികൾ നിശ്ചയിച്ചു കഴിഞ്ഞു. മെൽബണിലും ബ്രിസ്ബെയിനിലും ക്യൂൻസ്ലാൻഡിലെ തന്നെ മക്കായിലുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സിഡ്നിയിലും പെർത്തിലുമൊക്കെ പരിപാടി നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രോഗ്രാമിൽ എന്നോടൊപ്പം ധ്യാൻ ശ്രീനിവാസൻ, കോട്ടയം നസീർ, റെജി രാമപുരം, കൃഷ്ണപ്രഭ, സുമി അരവിന്ദ്, ലക്ഷ്മി നക്ഷത്ര, ഷിനോ പോൾ, സുധീഷ് കുമാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ഇവരുടെ ഒരു സ്റ്റേജ് ഷോയാണ്. ആ സ്റ്റേജ് ഷോയോടൊപ്പം ഞാൻ പോകുന്നത് മാത്രം. ഞാൻ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബ്രിസ്ബെയിനിൽ ഞങ്ങൾ മറുനാടൻ മലയാളിയുടെ ഒരു അവാർഡ് നൈറ്റ് ആയിട്ടാണ് നടത്തുന്നത്. ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് നടത്തുന്നത് എല്ലാവർക്കും അറിയാം. അതുപോലെ മറുനാടൻ മലയാളിയുടെ അവാർഡ് നൈറ്റും സ്റ്റേജ് ഷോയുമായാണ് ബ്രിസ്ബെയിനിൽ, അത് മെയ് മാസം 30-നാണ് നടത്തുന്നത്. ബാക്കി അതിൻ്റെ തീയതികൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം. മെയ് മാസം 29-ന് മെൽബണിലും, 30-ന് ബ്രിസ്ബെയിനിലും, 31-ന് മക്കായിലും, അങ്ങനെ 3 ദിവസമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനിയും കുറച്ച് സാധ്യതകൾ കൂടി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ ബ്രിസ്ബെയിനിലെ പ്രോഗ്രാം, 30-ലെ പ്രോഗ്രാമാണ് മറുനാടൻ മലയാളിയുടെ അവാർഡ് നൈറ്റായി നടത്തുന്നത്. ആ പ്രോഗ്രാമിൽ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച മലയാളികളെ ആദരിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ സഹകരണം തേടുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ പേജിൽ ഞങ്ങളൊരു ഇമെയിൽ ഇട്ടിട്ടുണ്ട്. ഇമെയിലിലേക്ക് നിങ്ങൾ ദയവായി നിങ്ങൾ ആരെയെങ്കിലും ഇത് ശുപാർശ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശുപാർശ ചെയ്യണം. പ്രധാനമായും ആരോഗ്യ മേഖലയിൽ, അതായത് ഡോക്ടർമാർ, നഴ്സുമാർ, കെയറർമാർ, ഈ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചവർ, സാധാരണ വന്നതില്ല, അവിടെ വന്ന് വലിയ നേട്ടങ്ങൾ കൈവരിച്ചവർ, പുരസ്കാരങ്ങൾ കിട്ടിയവർ, പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിയവർ, അവിടെയുള്ള ഓസ്ട്രേലിയൻ സമൂഹത്തിന് അംഗീകാരം കിട്ടിയവർ, അവാർഡ് കിട്ടിയവർ തുടങ്ങിയവരെയാണ് നോമിനേഷനായി ക്ഷണിക്കുന്നത്. അതേപോലെ കലാകായിക രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ചവർ, ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് മലയാളികൾ കലാകായിക രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പരിഗണിക്കും. അതുപോലെ പൊതുവെ മറ്റു മേഖലകൾ, ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകമായി കൊടുക്കുന്നതാണ് മറ്റു മേഖലകൾ. ഓസ്ട്രേലിയയിൽ എത്തിയ മലയാളികൾ ആരെങ്കിലും പൊതുമേഖല, ജനറൽ കാറ്റഗറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധേയമായ നേട്ടങ്ങൾ, അതായത് ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റി അറിയുന്ന തരത്തിലുള്ള ശ്രദ്ധേയമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ മലയാളികളെ സഹായിക്കുന്ന തരത്തിലുള്ള ശ്രദ്ധേയമായ നേട്ടങ്ങളോ ഒക്കെ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ അവാർഡിന് പരിഗണിക്കുന്നുണ്ട്. കൂടാതെ ബിസിനസ് രംഗത്തെ പ്രമുഖർ, ഹോം ലോണ്, മോർഗേജ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, ഏതെങ്കിലുമൊക്കെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചവരെയും ഞങ്ങൾ ആദരിക്കുന്നു. ഇത്തരത്തിൽ ഓസ്ട്രേലിയൻ മലയാളി ജീവിതത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട മനുഷ്യരെ ഞങ്ങൾ ആദരിക്കുന്നതാണ്. അവർക്ക് ഞങ്ങൾ പുരസ്കാരം കൊടുക്കുന്നതാണ്. ആ പുരസ്കാരങ്ങളിലേക്കുള്ള നോമിനേഷനാണ് നിങ്ങളിപ്പോൾ നൽകേണ്ടത്. ആ വിലാസം ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നു. ആ ഇമെയിലേക്ക് നിങ്ങൾ നോമിനേറ്റ് ചെയ്യണം. അത് ഡിസ്ക്രിപ്ഷൻ പേജിൽ ഞങ്ങളത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുന്ന നോമിനേഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായിരിക്കും പുരസ്കാരം കൊടുക്കുന്നത്. ഈ മെയ് 30-ന് ബ്രിസ്ബെയിനിൽ നടക്കുന്ന ചടങ്ങിലായിരിക്കും ഈ പുരസ്കാര ദാനം. ആ ചടങ്ങ് നിർബന്ധമായും ഇവർക്കൊപ്പം ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു മനോഹരമായ സ്റ്റേജ് ഷോ ആയിരിക്കും. സമ്മർ ഇൻ ഓസ്ട്രേലിയ 2026 ആണ് ഈ പരിപാടിയുടെ പേര്. ഈ പരിപാടിയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ താരങ്ങളെ ധ്യാൻ ശ്രീനിവാസനും കോട്ടയം നസീറും ഒക്കെ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ ഈ പാട്ടുകാരൻ റെജി രാമപുരം, ലക്ഷ്മി നക്ഷത്ര അറിയപ്പെടുന്ന അവതാരികയാണ്. അങ്ങനെ ഷിനോ പോൾ, സുധീഷ് ശശികുമാർ, സുമി അരവിന്ദ്, കൃഷ്ണപ്രഭ ഇവരൊക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ മനോഹരമായ ഒരു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു അടിപൊളി പ്രോഗ്രാമാണ് ഈ സംഘാടകർ വാഗ്ദാനം നൽകുന്നത്. മറുനാടൻ മലയാളിയുടെ സഹായത്തോടെ ബ്രിസ്ബെയിനിൽ പ്രവർത്തിക്കുന്ന PR എന്റർടൈനേഴ്സ് ആണ് പ്രധാനപ്പെട്ട സംഘാടകർ. ഞങ്ങൾ അവരോട് അസോസിയേറ്റ് ചെയ്യുന്നു മാത്രം. ആ പരിപാടിയുടെ കോർഡിനേറ്റർമാർ റോയി കാഞ്ഞിരത്താനം, പോളി പാറക്കാടൻ, സണ്ണി മാടൻ, ബിജോ ജോസ് എന്നിവരാണ്. ഇവരുടെ 4 പേരും ടെലിഫോൺ നമ്പറും കാണിക്കുന്നു. നിങ്ങൾക്ക് പുതിയ സ്റ്റേജ് നടത്താനോ ടിക്കറ്റ് വാങ്ങാനോ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, ഇതിന് സ്പോൺസറിന്റെ ഭാഗമാവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ ബന്ധപ്പെടുക. നിങ്ങൾ അവാർഡ് നോമിനേഷൻ മറക്കാതെ, ഏത് മേഖലയിലും കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നവരുടെ പേര് വിവരങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വിലാസത്തിൽ അയച്ചു തരിക. അപ്പോൾ ഈ വരുന്ന മെയ് മാസത്തിൽ ഒടുവിൽ പുതിയ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരിക്കും, പുതിയ സർക്കാർ ചുമതലയേറ്റ സമയമായിരിക്കും. ഓസ്ട്രേലിയ വെച്ച് നമുക്ക് കാണാം. താങ്ക്